രണ്ടാമത്തെ വരാൽ, ഇന്നത്തെ ദിവസത്തെ ആദ്യത്തെ വരാൽ ഇന്നലെ ഉറങ്ങി. ഹലോ മച്ചാമാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ഫിഷിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. അപ്പം നമ്മുടെ ഇന്നത്തെ ഫിഷിങ്ങിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് നമ്മുടെ റിയൽ ഹണ്ടിൻ്റെ വൈറസ് എന്ന് പറയുന്ന ഫ്രോഗാണ്. അപ്പം ഇതാണ് നമ്മുടെ വൈറസ് എന്ന് പറയുന്ന ഫ്രോഗ്. 8 ഗ്രാം 3.5 സെൻറ്റിമീറ്റർ. ഒരെണ്ണം ഞാൻ എടുത്ത് കാണിക്കാം. കണ്ടോ, ഇത്രയേ ഉള്ളൂ. 8 ഗ്രാം ഉണ്ട്. എല്ലാത്തിൻ്റെ ഇവരെ ഫ്രോഗിൻ്റെ സ്പിന്നർ വരുന്ന എല്ലാം ഡബിൾ സ്പിന്നർ ഫ്രോഗാണ്. അപ്പോൾ അവരത് ഇത് ഞാൻ മഞ്ഞയുണ്ട്, പച്ചയുണ്ട്. അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സിൻ്റെ ഫോട്ടോ ഞാൻ എൻ്റെ സൈഡിൽ കൊടുത്തേക്കാം. സംഭവം നല്ലതാണ്. നമ്മൾ ഇതിനകത്ത് അത്യാവശ്യം മീനും കാര്യങ്ങളെല്ലാം പിടിച്ചിട്ടുണ്ട്. ഹുക്ക് കാര്യങ്ങളെല്ലാം കൊള്ളാം, വലിയ കുഴപ്പമായിട്ട് നമുക്കൊന്നും തോന്നുന്നില്ല. അപ്പോൾ ഫ്രോഗ് വേണ്ടവർക്ക് താഴെ കോൺടാക്ട് നമ്പർ കൊടുത്തേക്കാം. അപ്പം ഇത് വെച്ചിട്ടുള്ള ഫുൾ ഒരു ഫിഷിംഗ് വീഡിയോ ആയിരിക്കും നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയിൽ. അപ്പോൾ നമുക്ക് ടൈം കളയണ്ട. അപ്പോൾ നമുക്ക് നേരെ ഫിഷിങ്ങിലോട്ട് പോകാം. നമ്മൾ രാവിലെ വേറെ സ്പോട്ടിൽ വന്നിട്ടുണ്ട്. നമ്മുടെ ബിഗ് വൈറസ് ഫ്രോഗ് 4.5 സെൻറ്റിമീറ്റർ 8 ഗ്രാം നമ്മുടെ റിയൽ ഹണ്ടുണ്ട്. ചെറിയ 1-2 ഗ്യാപ്പുണ്ട്. ഈ ഗ്യാപ്പ് പോലെ നോക്കിയിട്ട് അടുത്ത സ്ഥലത്തോട്ട് പോകാനാണ് എൻ്റെ പ്ലാൻ. ഒരു മഞ്ഞ കളർ പോലെ ഇവനെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ബ്രൈഡുമായിട്ടാണ് അറ്റാച്ച് ചെയ്യുന്നത്. നമ്മുടെ ഫാസ്റ്റ് ആച്ചോ ഒന്നും നമ്മൾ എടുത്തിട്ടില്ല ഇന്ന്. ബൈക്ക് കാണുന്നില്ല. സോ എങ്ങനെ വെച്ചാൽ നമുക്ക് നോക്കാം. ഇങ്ങനെ നമുക്ക് തൽക്കാലം കെട്ടിയിടാം. തൽക്കാലം ഇന്ന് ഇങ്ങനെ ഓടട്ടെ, എങ്ങനെയെങ്കിലുമൊക്കെ നോക്കാം. നമുക്ക് എന്തായാലും ഇതെല്ലാം പായലാണ്. സ്ഥലമില്ലാത്തതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. നമുക്ക് സ്ഥലം ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും കിട്ടിയാൽ, വെള്ളമൊക്കെ പൊങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഏരിയ പിന്നെ കുറച്ചാളൊക്കെ ഇഷ്ടം പോലെ ഏരിയാസാണ്. അപ്പം പിന്നെ ഏതൊക്കെ മീൻപിടുത്തക്കാർ വന്നെന്ന് പറഞ്ഞാലും നമുക്ക് പിന്നെ പ്രശ്നമില്ല. ഓക്കെ, ഫൈൻ. ഇട്ടിട്ടുണ്ട്. ഒരു കാര്യം കാണിച്ചിട്ടുണ്ട്. ഒരു വരാലിൻ്റെ കുഞ്ഞാണ്. ഫ്രോഗെ കയറി വന്ന് തട്ടുന്നുണ്ട്. ചെറിയുള്ള ഫ്രോഗിൽ കുഞ്ഞെന്നൊക്കെ കാണാൻ പറ്റുന്ന തരത്തില്ല. ആ ഫ്രോഗിൻ്റെ അടുത്ത് കണ്ടോ, ചെറിയ വെള്ളം കുറേ കുഞ്ഞിനെ തട്ടുന്നുണ്ടായിരുന്നു. ചെറുതെങ്കിൽ ചെറുത് ഒരെണ്ണമെങ്കിലും ആട്ടെ. അയ്യോ, ചെറുത് നമ്മുടെ ഫസ്റ്റ് സ്ട്രൈക്ക്, ഫസ്റ്റ് വരാൽ, വിയറ്റ്നാം വരാൽ. ചെറുതാട്ടോ, നമ്മുടെ ബിഗ് വൈറസ്. എടുത്തേക്കാം, ചെറുതാ, കിട്ടിയതല്ലേ. അടുത്ത ദിവസം നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. ഇന്നലെ വന്നതേ സ്പോട്ടിൽ വല്ലതും കിട്ടുമോ ഇല്ലയോ നമുക്കിത് നോക്കാം. ഓക്കെ, fish on. Mantikeraru.
ഓക്കെ, നമ്മുടെ വൈറസിലെ രണ്ടാമത്തെ ഒരാൾ. രണ്ടാമത്തെ ഒരാൾ, ഇന്ന ദിവസത്തെ ആദ്യത്തെ ഒരാൾ. ഇന്നലെ ഒരെണ്ണം കിട്ടിയായിരുന്നു, കുഴപ്പമില്ല കേട്ടോ. ഒരു 1/2 കിലോയ്ക്ക് അടുത്തുണ്ട്. ഓക്കെ, നമുക്കിനി അധികം ടൈം കളയാതെ കൊല്ലിയിലോട്ട് പ്രവേശിപ്പിക്കാം. ഇത് ഹുക്കപ്പ് ഉണ്ട്, നല്ല ഹുക്കപ്പ് ആയേക്കുന്നത്. ഒരു ചാൻസും ഇല്ലാത്ത ഹുക്കപ്പ്. ഓക്കെ, പേടക്കാതെ നമ്മുടെ ഫ്രോഗലു നോക്കാൻ എനിക്ക് കിട്ടുമെന്ന്. ഷോൺ ഇത്രയേ ഉള്ളൂ സൈസ്, കുഞ്ഞ് സൈസ് കേട്ടോ. കുഞ്ഞ് സൈസാണെങ്കിലും നമുക്ക് എടുക്കാം. നമ്മുടെ വൈറസ് ഫ്രോ ചെറുത്. മീനിൻ്റെ മറച്ചിൽ കണ്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോ. നമ്മൾ വിചാരിക്കും ഇപ്പം ഈ മീനങ്ങ് എടുക്കുമെന്നില്ലാടോ, ഈ കിടക്കുന്നതില്ല. പക്ഷെ എടുക്കത്തില്ല. അപ്പുറത്തിപ്പുറത്തും എല്ലാം കാസ്റ്റിങ്ങുകാരുണ്ട്. അപ്പം നമുക്ക് മാത്രമാണ് ഇപ്പോൾ അടിച്ചിരിക്കുന്നത് 2 എണ്ണം. കുഴപ്പമില്ല, ഒരെണ്ണം നമുക്ക് ഊരിപ്പോയി, അത് ചപ്പയെ വന്ന് ഉടക്കിപ്പോയി. കാരണം ശരിക്കും എടുക്കത്തില്ല ചിലവന്മാർ വന്ന്. കുഞ്ഞ് കളിച്ചുകൊണ്ടിരിക്കുവന്മാർ. നല്ല ഹുക്കപ്പ് ഇട്ടുണ്ട്. ഓക്കെ, വൈറസ്. ഓക്കെ, കൊല്ലിയിലോട്ട് മാറ്റാം. തമ്മിൽ നമ്മൾ ഈ ചെറുതിനെ എടുക്കേണ്ടിയല്ല, നമുക്കൊരു ഹോസ്പിറ്റലൈസിലുള്ള ഒരാൾക്ക് വേണമെന്ന് പറഞ്ഞു. ചെറുതാണേലും കളയല്ലെന്ന് പുള്ളി പറഞ്ഞു. അപ്പം അതുകൊണ്ട് നമ്മളിപ്പം എടുത്തതാണ്. കൂടെ കിട്ടുമോ നോക്കാം. വീട്ടിൽ നിന്ന് നമുക്ക് 2-3 എണ്ണം കിടപ്പുണ്ട്. ഇടയ്ക്കെങ്ങാണോ 1-2 എണ്ണം കിട്ടിയെന്ന് പറയാം, അത്രേ ഉള്ളൂ. ഭയങ്കര ശോകമാണ്. അപ്പം നമ്മളത് അടുത്ത ദിവസം ഇന്നലെ വന്നത് ഈ സ്ഥലത്ത് ഇറങ്ങിയിട്ടുണ്ട്. ഉണ്ട്. അയ്യോ, നമ്മുടെ ഫസ്റ്റ് വരാല്. എൻ്റെ പൊന്നു, നമ്മുടെ വൈറസ് നമ്മുടെ ബിഗ് വൈറസ് കേട്ടോ. ഒരു 1/4 കിലോ മുകളിലുണ്ട് കേട്ടോ. 1/2 കിലോ ഇല്ല, 1/2 കിലോയ്ക്ക് അടുത്ത് കഷ്ടിച്ച്. 1/2 കിലോ ഇല്ല കേട്ടോ, 1/2 കിലോ ഇത് പറയാനില്ല. ബിഗ് വൈറസ് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നമ്മളത് ഇതിലാണ് പിടിച്ചത്. അപ്പോൾ ഇതിലൂടെ കൂടി നമുക്ക് മൊത്തത്തിൽ ഈ ഫ്രോഗിൽ 4 മീൻ കിട്ടി. അല്ല, മീനടി ഇല്ല, വളരെ ശോകമാണ്. അപ്പോൾ നമുക്ക് ഇനി എടുത്ത് മാറ്റാം. അങ്ങനെ അവസാനം നമുക്ക് ഒരെണ്ണം അടിച്ചിട്ടുണ്ട്. അപ്പുറത്തും എല്ലാം ചൂണ്ടക്കാരാണ്, ആർക്കും മീനടിയില്ല. വളരെ ശോകമെന്ന് വെച്ചാൽ അന്യായ ശോകം. ഫിഷ്
ഫിഷ് ഓൺ ചെറുതായിട്ടോ. നമ്മുടെ ബിഗ് വൈറസിൽ രണ്ടാമതാണ് എടുത്തിട്ടുണ്ട് ഇന്നത്തെ. ചെറുത് ചെറിയ കുട്ടാപ്പി. ഇങ്ങോട്ട് പോലെ ചെറിയ കുട്ടാപ്പി. പക്ഷെ അതിൻ്റെ അടി കണ്ട സൈസ് അടി പോലെ അടിച്ച് കേട്ടോ. പടാശം ഇച്ചിരിയേ ഉള്ളൂ. എടുക്കുക ഒരാൾക്ക് കൊടുക്കാൻ വേണ്ടി ആയതുകൊണ്ട് മാത്രം എടുക്കുന്നു. ഓക്കെ, നമ്മുടെ ഫ്രോഗ് അറിയാമല്ലോ, ഞാൻ പേര് പറയുന്നില്ല. അപ്പോൾ മച്ചാന്മാരെ, നമ്മളിത് ഫിഷിങ് ഇവിടെ കൊണ്ട് നിർത്തുവാണ്. നമുക്ക് 1-2 ദിവസം കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മുടെ ബിഗ് വൈറസിൻ്റെ തന്നെ 2 ഉണ്ട്. ചെറിയ വൈറസും നമ്മുടെ ബിഗ് വൈറസ്. അപ്പോൾ ഇതാണ് ഞാൻ എടുത്തിരുന്നത്. അപ്പം ഒരു 5 വരാൽ നമുക്കിത് കിട്ടി. മിസ്സിങ്ങായിട്ട് ഒന്നുമില്ല, കുഴപ്പമില്ല. നല്ല ഹുക്കപ്പും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഡബിൾ സ്പിന്നർ. ഞാൻ ഇതിൻ്റെ മഞ്ഞ കളർ എടുത്തേക്കുന്നത്. കളേഴ്സ് നമുക്ക് വേറെ ഒത്തിരി ഉണ്ട്. അപ്പോൾ ഞാൻ ഇത് മാത്രമേ എടുത്തുള്ളൂ. ഞാൻ ലീഡർ ലൈനോ ഒന്നും കെട്ടാതാണ് ഞാൻ ഈ 2-3 ദിവസം ഞാൻ മീൻ പിടിച്ചത്. അപ്പോൾ ഫ്രോഗ് വേണ്ടവർക്ക് ഞാൻ താഴെ എൻ്റെയും ഫ്രോഗ് സെയിൽ ചെയ്യുന്ന ആളുടെയും ഞാൻ കോൺടാക്ട് നമ്പർ കൊടുത്തേക്കാം. നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ നെക്സ്റ്റ് ഒരു ഡേ നല്ലൊരു ഫിഷിംഗ് വീഡിയോ കാണുമ്പോൾ നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട ആംഗ്ലേഴ്സ് മച്ചാന്മാർക്കും ടാറ്റാ. വെയിൽ നോക്കുന്നു, വീട്ടിൽ പോകാം.